20 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു. ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ: പ്രസവ സ്ത്രീരോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ശിശുരോഗ വിഭാഗം, ജനറൽ മെഡിസിൻ വിഭാഗം, ജനറൽ സർജറി വിഭാഗം, ENT വിഭാഗം, എമർജൻസി വിഭാഗം. PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, VK റോഡ്, നിലമ്പൂർ. ജില്ലയിലെ 567 ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾ ഭൂവുടമകളാകുന്നു. ഈ മാസം 22-ന് നിലമ്പൂരിൽ നടക്കുന്ന പട്ടയമേളയിൽ ഇവർക്ക് പട്ടയം ലഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി പട്ടയ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രി K രാധാകൃഷ്ണൻ ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കും. ജില്ലയിൽ ഭൂമിയില്ലാത്ത ആദിവാസി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഭൂമിയിൽ നിന്നും ആദിവാസി കുടുംബങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ പതിച്ചു നൽകിയ പ്ലോട്ടുകളുടെ പട്ടയമാണ് വിതരണം ചെയ്യുക. പരിപാടി വിജയകരമാക്കുന്നതിന് മുന്നോടിയായി PV അൻവർ MLA അധ്യക്ഷതയിൽ നിലമ്പൂർ TBയിൽ യോഗം ചേർന്നു. 567 ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയം മാത്രമല്ല, ഭൂമിയും പട്ടയവും ഒരുമിച്ച് പൊസഷൻ അടക്കം കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റയടിക്ക് ഇത്രയധികം ഭൂമി നൽകുന്ന ഒരു പക്ഷേ അതിന്റെ സംഭവമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഭൂവിതരണം 22-ാം തീയതി രാവിലെ 11:30 മണിക്ക് ഓൺലൈൻ വഴി ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ മിനിസ്റ്റർ ആ ചടങ്ങിൽ അധ്യക്ഷമായി. സ്വാഭാവികമായും അതിന്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് ഒരു കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു യോഗം ചേർന്നത്. നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഈ ഭൂമി നൽകുന്ന ആദിവാസി കുടുംബങ്ങളോടൊപ്പം നല്ലൊരു ജനപങ്കാളിത്തം അതിലുണ്ടാകുക എന്നത് ഈ ഒരു സദസ്സിന്റെ മാറ്റു വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഉത്തരവാദിത്വം പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിനുള്ള ഒരു കൂടിയാലോചനയാണ് ഇവിടെ നടക്കുന്നത്. വിവിധ വകുപ്പ് പ്രതിനിധികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ, കർഷക സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ വില്ലേജിലെ തൃക്കേക്കുത്ത്, കുറുമ്പലങ്ങോട് വില്ലേജിലെ നെല്ലിപ്പൊയിൽ, അകമ്പാടം വില്ലേജിലെ അത്തിക്കൽ എന്നിവിടങ്ങളിൽ ലഭിച്ച ഭൂമിയാണ് പ്ലോട്ടുകളായി ഗുണഭോക്താക്കൾക്ക് പതിച്ചു നൽകുന്നത്. ആകെ 567 പ്ലോട്ടുകളാണ് നറുക്കെടുപ്പിലൂടെ ഓരോ കുടുംബത്തിനുമായി അനുവദിച്ചിട്ടുള്ളത്. PV അൻവർ MLAക്ക് പുറമെ നിലമ്പൂർ തഹസിൽദാർ AP സിന്ധു, ഭൂരേഖ വിഭാഗം തഹസിൽദാർ A ജയശ്രീ, ജില്ലാ സംയോജിത പട്ടികവർഗ വികസന പദ്ധതി പ്രൊജക്ട് ഓഫീസർ K ശ്രീരേഖ തുടങ്ങിയവരും പങ്കെടുത്തു. N4 ന്യൂസ്, നിലമ്പൂർ. Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.